ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷദ്വീപിൽ പോകുന്നതിനായിട്ട് എൻട്രി പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. എങ്കിൽ പലർക്കും അറിയില്ല ഈ എൻട്രി പെർമിറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഓൺലൈനിലൂടെ എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ആ കാര്യമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ലക്ഷദ്വീപ് ഇ പെർമിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ ഒരു സൈൻ ഇൻ ചെയ്യുവാനുള്ള ഇത് കാണിക്കും. നമുക്ക് അക്കൗണ്ട് ആൾറെഡി ഉണ്ടെങ്കിൽ നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഇവിടെ തുടങ്ങേണ്ടതാണ് സൈൻ അപ്പ് കൊടുത്തിട്ട്. അക്കൗണ്ട് തുടങ്ങാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കേസിൽ എനിക്കിവിടെ അക്കൗണ്ട് ആൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. ആ ഓപ്പണായി വരുന്ന പേജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പോയിട്ട് അവിടെ ആ ചെറിയൊരു സ്ക്വയർ കണക്കുള്ള ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഓപ്പണായി വരും. അവിടെ നമ്മൾ പെർമിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓപ്ഷനിൽ നിന്നും അപ്ലൈ ഫോർ ന്യൂ പെർമിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ ഓപ്പണായി വരും. ഈ വിൻഡോയിൽ കാണുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യമായി തന്നെ നമുക്ക് പർപ്പസ് ഓഫ് വിസിറ്റ്, നമ്മൾ അവിടെ പോകുന്നത് എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്താലാണ് അവിടെ പോകുന്നതെങ്കിൽ ടു വിസിറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ലക്ഷദ്വീപിൽ വരുവാനായിട്ട് ആരാണോ ഇവിടെ ലക്ഷദ്വീപിൽ നിന്നും ഒരു ലോക്കൽ പേഴ്സൺ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്, ആ ലോക്കൽ പേഴ്സൻ്റെ റേഷൻ കാർഡ് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ കേസിൽ ഞാനെല്ലാം റാൻഡമായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ സ്പോൺസറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ സ്പോൺസറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏത് ഓർഗനൈസേഷനിലാണോ എന്നുള്ളതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ സ്പോൺസർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ ചുമ്മാ അത് ടൈപ്പ് ചെയ്തതാണ്. അവിടെ സ്പോൺസർ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡിക്ലറേഷൻ ഡേറ്റ്. ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരാണോ കൊണ്ടുപോകുന്നത് അവർ ഒരു ഡിക്ലറേഷൻ ഇവിടെ നിന്നും ലക്ഷദ്വീപ് ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങിത്തരും. അത് എന്നാണ് കിട്ടിയത് ആ ഡേറ്റാണ് ഡിക്ലറേഷൻ ഡേറ്റ്. അതിലുള്ള ഡേറ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആ ഡിക്ലറേഷൻ്റെ PDF ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ എന്നാണ് നമ്മളവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്, എന്ന് തൊട്ട് എന്ന് വരെയാണ് നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ദ്വീപാണ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ കവരത്തി, അഗത്തി എന്നീ 2 ദ്വീപുകളാണ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേജ് 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന് ഇതുപോലെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ പകുതി ജോലി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഫോമും കൂടി നമ്മൾ ഇവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഫാദറിൻ്റെ നെയിം, ഇതൊക്കെ ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി റാൻഡമായിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ആക്ച്വൽ ഡീറ്റെയിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം ഇവിടെയെല്ലാം. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നോർമലായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഇയറും മന്തും ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ അത് ഓൾറെഡി ഉണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടതാണ്. കാര്യം നമ്മുടെ പെർമിറ്റ് ഡീറ്റെയിൽസും മറ്റും ഈ ഇമെയിൽ അഡ്രസ്സിലാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം ഇനിയുള്ള കോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് ഇൻ മെയിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന സ്ഥലത്തിന്, അതായത് ഞാനിപ്പോൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നമ്മുടെ അഡ്രസ്സ്, അവിടെയുള്ള നമ്മുടെ അഡ്രസ്സാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാവരും അവരവരുടെ ഹോം അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഐലൻഡിൽ എവിടെയാണോ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ സ്പോൺസറായിട്ട് തരുന്ന പുള്ളിയുണ്ടല്ലോ, ആ പുള്ളിയുടെ അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതിയാവും.
അത് അവിടെ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് 2 സൈഡിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് ഫില്ലപ്പ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നമ്മൾ ലക്ഷദ്വീപിൽ വരുമ്പോൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടുത്തെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു എമർജൻസി കോൺടാക്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ നമ്മുടെ സ്പോൺസറിൻ്റെ പേരും അവിടെ റിലേഷനിൽ സ്പോൺസർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ സ്പോൺസറിൻ്റെ പേര് കൊടുത്തിട്ട് അവരുടെ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. അതും കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് 3 നമ്മുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഡോക്യുമെൻ്റ്, അതായത് ആധാറിൻ്റെ കോപ്പി, പിന്നെ അതിന് ശേഷം PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് 3 ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് PCC എടുക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. അത് നമ്മൾ പാസ്പോർട്ട് സേവാ പോർട്ടൽ അല്ലെങ്കിൽ തുണ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. അതിലൂടെ ഓൺലൈനായി തന്നെ നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്ത് നമുക്ക് ഉടനെ തന്നെ PCC ലഭിക്കുന്നതാണ്. അത് 3ഉം കറക്റ്റായിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും PDF-ഉം എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകം അതിൻ്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ സൈസിൽ തന്നെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു ഫോട്ടോയും 2 PDF ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജ് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജാണ്. ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി നമ്മുടെ ഡീറ്റെയിൽസ്, ഇതുവരെ കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് 1-2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഇവിടെ നമ്മൾ ഫാമിലി മെമ്പർ ആണെങ്കിൽ ആഡ് ഫാമിലി മെമ്പർ കൊടുക്കാം. അതല്ല നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലുമാണോ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഡ് മോർ ആപ്ലിക്കൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ ആ വിൻഡോയിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഇവിടെ. ഈ ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പണായി വരും. അവിടെയും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏറ്റവും താഴെ പോകുമ്പോൾ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് റീഡയറക്റ്റായി പോകുന്നതാണ്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസായിട്ട് 50 രൂപയും ഹെറിറ്റേജ് ഫീ ആയിട്ട് 2600 രൂപയുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹെറിറ്റേജ് ഫീസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടിയിട്ടുള്ളതാണ്, മുമ്പ് ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ ജൂലൈ മാസം മുതൽ ടിക്കറ്റ് റേറ്റുകളും ഇത് കണക്കുള്ള ഹെറിറ്റേജ് ഫീസും മറ്റും ലക്ഷദ്വീപ് ഗവൺമെൻറ് കൂട്ടിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള റേറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പേയ്മെൻറ്റിലോട്ട് പോകും. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI ട്രാൻസാക്ഷനോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഈ രീതിയിൽ ഓൺലൈൻ പെർമിറ്റ് എടുക്കുന്നതിനായി ചിലവാകുന്നത് 2650 രൂപയാണ് കേട്ടോ. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാക്ക് കൊടുക്കുകയാണ്. ബാക്ക് കൊടുത്തിട്ട് തിരിച്ച് ഹോം പേജിലേക്ക് പോവുകയാണ്. ഹോം പേജിൽ പോകുമ്പോൾ നമുക്ക് വീണ്ടും പെർമിറ്റിൻ്റെ ഓപ്ഷനിൽ പോയി നോക്കിയാൽ അവിടെ നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, അതിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ നമുക്ക് പെർമിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് പെർമിറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്. ഇതിൽ പോയി നമ്മൾ ലോഗിൻ ചെയ്ത് പെർമിറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. പെർമിറ്റ് ആവുന്ന ടൈമിൽ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലും നമ്മുടെ മെയിൽ ID-യിലും നമുക്ക് മെസ്സേജ് വരും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പെർമിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. നോർമലി ഇത് ഒരു 7 ദിവസം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.